സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഈശോ തൻ്റെ കുരിശുമരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ ഉള്ളത്തെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു കാര്യം ഇതായിരുന്നു. തൻ്റെ കൂടെ നടന്നിട്ടും തന്നെ അറിഞ്ഞിട്ടും പൂർണ്ണമായ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ യൂദാസിനെ കുറിച്ചുള്ള ഒരു ചിന്ത ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇന്നും ലോകത്തിൽ ഈശോയ്ക്ക് എങ്ങനെയാണ്? തൻ്റെ കൂടെ നടന്നിട്ടും തന്നെ അറിഞ്ഞിട്ടും തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും പൂർണ്ണമായി അറിയാൻ പറ്റാതെ സാത്താൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ദുഃഖം അത് ഭയാനകമാണ്. ഈശോയുടെ ഉള്ളം അതോർത്ത് അതികഠോരമായി വേദനിക്കുകയാണ്. ഇന്ന് ആഗോള സഭയിലെ സുവിശേഷത്തില് വിശുദ്ധ കുർബാനയില് ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അവിടെ കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞ ഒന്നാമത് പ്രവചനമാണ്. യേശുവിനെ കുറിച്ച് വരാനിരിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള പ്രവചനത്തിന് കർത്താവിന്റെ ദാസൻ എന്നുള്ള ഒന്നാം പ്രവചനമാണ്. അവിടെ പറയും, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും, അവൻ വിലപിക്കുകയോ സ്വരം ഉയർത്തുകയില്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. നാശത്തിലേക്ക് പോകുന്നല്ലേ നമ്മളാണ് പറയും, ഒടിഞ്ഞുപോയ ഒരു ഞാങ്ങണ അത് ഇനിയും ശരിയാകത്തില്ല. ഒടിഞ്ഞുപോയൊരു ഞാങ്ങണ ശരിയാകത്തില്ല, അത് മുറിച്ചു കളഞ്ഞേ പറ്റും. പാപം മൂലം ലോകത്തിൽ തകർന്നു പോയ, നശിച്ചു പോയ, തിന്മയ്ക്ക് അടിമപ്പെട്ടു പോയൊരു ജീവിതത്തെ വീണ്ടെടുക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന നമുക്കിത് മനസ്സിലാകില്ല. ഒരു മുളങ്കമ്പ് ഒടിഞ്ഞു പോയാൽ പിന്നെ അത് മറ്റുള്ള മരമാണെങ്കിൽ അത് പ്രയോജനമുണ്ട്, കിളുത്ത് വരും വെട്ടിവിട്ടാൽ. ഈ മുള എന്ന് പറയുന്നത് അത് ഒടിഞ്ഞാൽ പിന്നെ അത് കിളുക്കത്തില്ല, പോയതാ. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. എണ്ണ തീർന്ന വിളക്ക് ഇങ്ങനെ കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ പറയും അത് കെടുത്തിയിട്ട് ആ പുക കൊണ്ടിരിക്കാൻ പാടില്ലേ, അത് കെടുത്തിക്കളയാൻ പറയും. യേശുവിന്റെ സ്വഭാവമാണ് മങ്ങിയ ചതഞ്ഞ ഞാങ്ങണവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും, ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നത് വരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. എല്ലാ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ മേലും തീരദേശങ്ങളും അവന്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെ വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. യേശുവിനെ കുറിച്ച് പറയുകയാണ്. നീതി സ്ഥാപിക്കാനായി ഭൂമിയിലേക്ക് വന്ന കർത്താവ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഈശോയുടെ തന്നെ ജീവിതത്തിലെ ഓരോ സംഭവവും നമ്മൾ നോക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശോയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. അതായത് ഈശോ പറയുകയാണ്, കുറേ കർത്താവ് അപ്പസ്തോലന്മാരെ എല്ലാവരെയും സ്നേഹത്തോടെ വിളിച്ചു, നല്ലവരായിരുന്നു തിരഞ്ഞെടുത്തപ്പോരൊക്കെ. അത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിലേക്കൊന്ന് പോകണം. ആദ്യം മത്തായി 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ യൂദാസിനെയും കർത്താവ് സ്നേഹത്തോടെയാണ് ആദ്യം വിളിച്ചത്. അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മത്തായി 10 കാണുന്നുണ്ട്, അവൻ 12 ശിഷ്യന്മാരെ വിളിച്ചവർക്ക് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താൻ അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ്, നമുക്കറിയാം. ആ 12 അപ്പസ്തോലരുടെ പേര് പറഞ്ഞിട്ട് അതിൻ്റെ ഒടുവിൽ അവിടെ പറയുന്നുണ്ട്, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് കറിയോത്ത എന്ന് മത്തായി സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യൂദാസ് കറിയോത്തായെ കർത്താവ് വിളിച്ചെന്തിനാ? പിശാചുക്കളെ ബഹിഷ്കരിക്കാനും എല്ലാവർക്കും ഒരുപോലെ അശുദ്ധാത്മാക്കളെ രോഗികളെ സുഖപ്പെടുത്താനും കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാനുമായിട്ട് കർത്താവ് കണ്ടു തിരഞ്ഞെടുത്തവനാണ്. നമ്മളെയും ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരെയും കർത്താവ് സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും വഴിതെറ്റി പോകുന്നുണ്ട്, വഴി അറിയാതെ പോകുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ
ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് 6:70, യോഹന്നാൻ 6:70. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. നോക്കി, യേശു ഇത് അറിഞ്ഞു, ആ മാറ്റം അറിഞ്ഞു. ഈ യുദാസിന്റെ മാറ്റം യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവനെ ആ മങ്ങിയ തിരി കെടുത്തുന്നില്ല, ചതഞ്ഞ് ഞാങ്ങണ ഒടിക്കുന്നില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാട് യേശുവിനെ കുറിച്ചുള്ളൊരു അറിവിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറും കൂടെ നമ്മൾ ചേർക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ അനേകരെ തള്ളിക്കളയുകയും വെറുക്കുകയും നിന്ദിക്കുകയും ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ എന്തുമാത്രം സഹിഷ്ണുത കാണിക്കുന്ന കർത്താവാണ്. എന്നിട്ട് യോഹന്നാൻ 6:39 ഈശോ പറയുന്നുണ്ട്, പൊതുവായിട്ട് പറയുകയാണ്, അവിടുന്ന് പിതാവേ, യേശുവിനെ പ്രാർത്ഥിക്കണം, പിതാവേ അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും, പിതാവേ അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്ന് പറയാം. ഈശോ വന്നത് പാപികളെ തേടിയാണെന്ന് ഈശോ എടുത്ത് പറയുന്നുണ്ട്. നീതിമാന്മാരുടെ കാര്യമല്ല, പാപികളെ തേടി വന്ന കർത്താവാണ്. ഒരു പാപി പോലും നഷ്ടപ്പെട്ടു പോകാതെ, ഒരു പാപി പോലും ഈ ലോകത്തിൽ സാത്താന് അടിമപ്പെട്ടു പോകാതെ അന്ത്യദിനത്തിൽ അവനെയും എൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ജീവൻ അർപ്പിക്കുന്നത്. അവനെയും സ്നേഹിച്ചുകൊണ്ടാണ് എൻ്റെ ജീവൻ അവർക്ക് പരിഹാരമായിട്ടാണ്, പാപപരിഹാരമായിട്ടാണ് എൻ്റെ ജീവൻ ഞാൻ അർപ്പിക്കുന്നത്. നല്ല ബോധ്യത്തോടെ ഈശോ കുരിശിൽ കിടന്നത് തൻ്റെ വേദനയുടെ നടുവിലും അവന് ചിന്തിച്ചത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ആത്മാക്കളെ കുറിച്ചാണ്, അല്ലേ? യേശു പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ശാരീരികമായ ദാഹമായിരുന്നില്ല, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമായിരുന്നു. നമ്മൾ ആ ദാഹം ഇന്ന് നമ്മളാണ് തീർക്കേണ്ടത്. ആ ദാഹം തീർന്നിട്ടില്ല. അവന് കുടിക്കാൻ കയ്പ് നിറഞ്ഞ വിനാഗിരിയൊക്കെ കൊടുത്ത് അവനത് രുചിച്ച് നോക്കിയിട്ട് കുടിച്ചില്ലെന്ന് പറയുന്നു. അവന് വിളിച്ചു പറയാണ്, എനിക്ക് ദാഹിക്കുന്നു, എന്നോട് നിങ്ങളോട് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു. ഇത് നമ്മൾ അറിയേണ്ടത് അവിടുത്തെ ആത്മാവിൽ നിന്നല്ലേ ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യന് ആത്മാവായി വന്നതും. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ചൈതന്യം വന്ന് നിറയുന്ന എന്ന് പറയുന്ന ഒരു ഭ്രൂണത്തിൽ വന്ന് നിറയുന്ന ഒരു ചൈതന്യം ദൈവത്തിൽ നിന്ന് വന്ന, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വന്ന ഒരു ജീവൻ, ഒരു അംശമാണ് നമ്മുടെ ആത്മാവ്. ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള ആത്മാവ് അത് ദൈവത്തെ അറിയുന്നവനോ അറിയാത്തവനോ ഏറ്റവും വലിയ പാപിയുടെ ഉള്ളിലുള്ള ഒരു ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. നമുക്ക് ദാഹം എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോഴല്ലേ നമുക്ക് ദാഹം. ശരീരത്തിൽ ജലാംശം കുറയുമ്പോൾ, മരുഭൂമി നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾ തളരുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചില്ലേ നമുക്ക് ദാഹമാണ്. നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞതാണ്. യേശുവിന്റെ ആത്മീയത കുറഞ്ഞു യേശുവിന്റെ ഉള്ളിലെ ആത്മീയത ഭൂമിയിലേക്ക് അയച്ചതാണ് ഓരോ ആത്മാവും തിരിച്ച് അവിടെ വരുന്നത് വരെ അവൻ ആത്മീയമായി ദാഹിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് അവൻ അയച്ച ഓരോ മനുഷ്യന്റെ ഉള്ളിലുള്ള, അവൻ ചൈതന്യം പകർന്ന ഓരോ ആത്മാവായ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ആത്മാക്കള് ദൈവസന്നിധിയിൽ യേശുക്രിസ്തുവിൽ ഒന്നായി പിതാവിലേക്ക് എത്തുന്നത് വരെയും അവൻ കുറവുള്ളവനാണ്, അവന് ദാഹമുള്ളവനാണ്, ആത്മാവിൽ ദാഹമുള്ളവനാണ്. നമ്മളത് അറിയണം പ്രിയമുള്ളവരെ. എനിക്ക് ദാഹിക്കുന്നു. നമ്മളോട് ഇന്നും അവൻ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു മക്കളെ. ആത്മാക്കളെല്ലാവരും എൻ്റെ അടുത്ത് എന്നിൽ വന്ന് വിലയം പ്രാപിക്കുന്നത് വരെ. സെയിന്റ് അഗസ്റ്റിൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, കർത്താവേ നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് എന്നും അസ്വസ്ഥമാണ്. യേശുവിന്റെ ദാഹം പൗലോസ് അറിഞ്ഞു. യേശുവിന്റെ ദാഹം അതിനാണ് ഓടി നടക്കുകയാണ്, തന്റെ ജീവൻ പോലും അർപ്പിക്കുകയാണ് യേശുവിന്റെ ദാഹം തീർക്കാൻ. കാണുന്നവരോടെല്ലാം പറയുകയാണ്, നിങ്ങൾ അവനിലേക്ക് ചേരണം, അവന്റെ ദാഹം തീർക്കാൻ. അവൻ ആത്മാവായി ഭൂമിയിലേക്ക് അയച്ച നിങ്ങളുടെ ആത്മാവ് തിരിച്ചവനിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് അവന്റെ ദാഹം തീരുക. ഇതൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ദാസിന്റെ ഉള്ളിൽ തിന്മ കയറി. നമുക്കറിയാം, അവന് ലോകത്തില് പണത്തിന്റെ പിന്നാലെ ഓടുകയാണ്. പണത്തിന്റെ പിന്നാലെ ലോകത്തിൽ അവനത് അറിയാതെ, പക്ഷേ അവനെ കർത്താവ് അവനെ പറഞ്ഞു വിട്ടില്ല, അവനെ ഉപേക്ഷിച്ചില്ല. ഇവൻ ശരിയാകില്ല, ഇവൻ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഇവന്റെ ചിന്ത വേറെയാണ്. നിങ്ങളിൽ ഒരുവൻ പിശാച് ആണെന്ന് തന്നെയാണെന്ന് യോഹന്നാൻ 6:70 ഈശോ പറഞ്ഞു. നിങ്ങളിൽ ഒരുവൻ പിശാചാണ്, തിന്മ ഉള്ളിൽ കയറി. അല്ലേ? നമ്മള്
എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് യോഹന്നാൻ 13 യേശു പെസഹ വ്യാഴാഴ്ച രാത്രിയിൽ കുർബാന സ്ഥാപിക്കുന്ന, പൗരോഹിത്യം വിശുദ്ധ കുർബാനയെ സ്ഥാപിക്കുന്ന ആ പ്രക്രിയ നടക്കുമ്പോൾ യേശു, ഞാൻ പറഞ്ഞു, ഈ യൂദാസിന്റെ കാലും പിടിച്ചു. അവന്റെ ഉള്ളിൽ പിശാചാണ് എന്ന് പറഞ്ഞിട്ടും അവന്റെ കാലും കഴുകി. അവന്റെ കാല് കഴുകി. എന്തിനാ? അവന്റെ ഉള്ളിൽ ഒരു അനുതാപം ഉണ്ടാകാമെന്ന് ഓർത്താണ്. അവൻ നഷ്ടപ്പെട്ടു. അവനത് ചെയ്യുമെന്നറിയാം. അവൻ ചെയ്തിരിക്കും. അത് വചനമാണ്. അവനത് ചെയ്തിരിക്കും. പക്ഷെ അവന്റെ കാലിന്റെ മുമ്പിലും യേശു ഒരു അടിമയെ പോലെ ഇരുന്നുകൊണ്ട് അവന്റെ കാലും കഴുകി. ഇന്നും ലോകത്തിൽ ഒരു പാപിയെ പോലും തള്ളിക്കളയാതെ സ്നേഹിക്കുന്ന, കാത്തിരിക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ മാനസാന്തരപ്പെടുമെന്നോർത്ത് ഞാനും നിങ്ങളും ലോകമോഹങ്ങളുടെയും ജഡിക പാപങ്ങളുടെയൊക്കെ അടിമത്തത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞും ദുഷിച്ചും ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴും നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മുടെ കാലുപിടിക്കുന്ന ഒരു ദൈവം ഇന്നല്ലെങ്കിൽ നാളെ ദൈവസ്നേഹം നമ്മൾ അറിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ദൈവം. യേശു ആത്മാവിൽ കുർബാന സ്ഥാപനത്തിൻ്റെ ഇടയിൽ അതിനു മുമ്പായിട്ട് ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകി, യൂദാസിൻ്റെയും കാല് കഴുകി. അതിനുശേഷം യേശു ഇരുന്നിട്ട് പറയുകയാണ്, ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈശോയുടെ വലിയ ദുഃഖമാണ്, വേറൊന്നും പറയുന്നില്ല. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് അറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ യോഹന്നാൻ അവന്റെ വശത്തിലേക്ക് ചാരി കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാണിച്ചു പറഞ്ഞു, അവൻ ആരെ പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിന്റെ വശത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിഭവിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നു അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ ശെറിയാത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. നോർത്തേക്ക് ഇതെല്ലാം ഈശോ ചെയ്തത് ഈ യൂദാസിന്റെ ഉള്ളിലൊരു മാനസാന്തരം, തന്നെ ഒറ്റിക്കൊടുക്കും. തീർച്ചയായിട്ടും അത് ദൈവവചനം നിറവേറേണ്ടതാണ്. ഒറ്റിക്കൊടുക്കും, അത് നിറവേറേണ്ടതാണ്. പക്ഷെ അവൻ ഒരിക്കലും നശിച്ചു പോകാനായിട്ട് ഈശോ ആഗ്രഹിച്ചില്ല. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ പോലും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്നേഹം. നാം എന്തുമാത്രം അവനെ വേദനിപ്പിച്ച് നിന്ദിച്ച്, എന്തുമാത്രം നമ്മളൊരിക്കലും നശിച്ചു പോകാൻ. അല്ലെ, നമ്മൾ കുറെ പേര് വെറുക്കുന്നില്ലേ? നമുക്ക് എന്ത് വെറുപ്പാ ചിലരോടല്ലേ? നമ്മുടെ ആത്മീയത അവിടെയാണ് നമ്മൾ അളക്കേണ്ടത്. പ്രിയമുള്ളവരെ, യേശു അവരെയൊക്കെ നേടാൻ വേണ്ടിയാണ് ചങ്കുപടഞ്ഞ് കുരിശി കിടന്നുകൊണ്ട്. അപ്പം അവർ നഷ്ടപ്പെട്ടു പോകരുതേ. അവരുടെ ഉള്ളിലെ ആത്മാവ് എൻ്റെ ആത്മാവാണ്, എന്നിൽ നിന്ന് പുറപ്പെട്ട ജീവനാണ് അവരിലുള്ളത്. ആത്മാവ് സാത്താൻ്റെ കയ്യിലേക്ക് പോകാൻ ഒരിക്കലും ഇടയാക്കരുതേ എന്നും അത് നമ്മളോട് പറയുമ്പോൾ ചില മേഖല നമ്മുടെ ഉള്ളിൽ തിരിച്ചൊക്കെ അറിയാം. നമുക്കറിയാം ആരെയോർത്താണ് ഈശോ ദാഹിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ നമ്മൾ കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ യേശുവിൻ്റെ ആത്മാവിലേക്ക് തിരികെ സമർപ്പിക്കുമ്പോഴാണ് അവൻ്റെ ദാഹം തീരുക. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. നമ്മൾ യേശുവിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും ഞാൻ അല്ലേ 1 കൊരിന്തോസ് 13 പറയുന്ന പോലെ എനിക്ക് എന്തെല്ലാം വരദാനങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം വചനപ്രഘോഷണം നടത്തിയാലും, എന്തുമാത്രം ധ്യാനങ്ങൾ നടത്തിയാലും, എന്തുമാത്രം ആത്മാക്കൾക്ക് വേണ്ടി അല്ലെ, എന്തുമാത്രം ലോകത്തിൽ ഓടി നടന്ന് യേശുവിനെ പ്രസംഗിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. യേശുവിന്റെ സ്നേഹം, അതായത് സ്നേഹം നഷ്ടപ്പെട്ടു പോയവരോട് ഞാൻ സ്നേഹം പുതുക്കി അവരെ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം വെറുതെയാണ്, ഒരു പ്രയോജനമില്ല. ലോകം മുഴുവൻ നടന്നേക്കാം കർത്താവിന്റെ വചനവുമായിട്ട്, ഒരു പ്രയോജനമില്ല. നമ്മൾ അറിയണമെന്നുള്ളത് സ്നേഹം നമ്മളിലൂടെ യേശുവിലേക്ക് ചേർത്ത് വെക്കാനായി ദൈവം കുറവുള്ളവരാണ്, ഒരിക്കലും ശരിയാകാത്തവർ നമ്മൾ വിചാരിക്കുന്നവരാണ്, ചതഞ്ഞ ഞാങ്ങണയാണ്, പുകയുന്ന തിരിയാണ്. അവനത് കെടുത്തുന്നില്ല, അവനത് മുറിക്കുന്നില്ല. നിങ്ങളൊരുവൻ പിശാചാണ്,
തള്ളിക്കളയുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളിത് അറിയണം. യേശു അപ്പക്കഷ്ണം മുക്കി ആർക്ക് കൊടുക്കുന്ന അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. ഒരു മാറ്റവുമില്ല, അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റവുമില്ല. കാരണം അവൻ പണത്തിൻ്റെ ആ 30 വെള്ളിക്കാശ് കിട്ടുമെന്ന് പറഞ്ഞ് അവനത് സാത്താൻ അത്രമാത്രം, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശുവിനോട് അവന് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. യൂദാസിന് യേശുവിനോട് വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവിനെ കൊല്ലണമെന്നൊന്നും അവനൊരു ആഗ്രഹമില്ല. നമ്മളും ഇന്ന് അങ്ങനെയാണ്. യേശുവിനോട് വലിയ വെറുപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ പാപം ചെയ്ത് കുഴപ്പം, ഇതെന്താ നമ്മൾ പാപം ചെയ്താൽ എന്താ കുഴപ്പമെന്നുള്ളതാണ്. ഈ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, യൂദാസിനെ സാത്താൻ വഞ്ചിച്ചത് ഇങ്ങനെയാണ്. എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനാണ് യേശു, അല്ലേ? എത്ര പ്രാവശ്യം യേശുവിനെ കൊല്ലാനായിട്ട് ഇവർ നോക്കി, യഹൂദ പ്രമാണികൾ. അപ്പൊ ഈ 30 വെള്ളിക്കാശ് എൻ്റെ കയ്യിലിരിക്കും, പണക്കൊതിയനായ യൂദാസ് ഇങ്ങനെ ചിന്തിച്ച് കാണും. അത് ബൈബിളിലില്ല, ഞാനിങ്ങനെ ആത്മാവിൽ പലപ്പോഴും ധ്യാനിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ സാത്താന് യൂദാസിനെ കുരുക്കിയ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന് തോന്നിച്ചത്. അതായത് ഇങ്ങനെ പറയാണ്, അവൻ വിചാരിച്ചു യേശു ഇത്രയും അത്ഭുതം എത്രമാകൊണ്ട് എവിടെയെല്ലാം ഇല്ല, എന്തെല്ലാം പിശാചുബാധിനെ ഒറ്റ വാക്കുകൊണ്ട് കടലിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങുന്നു, പിശാചുബാധിതരും അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു. അതുപോലെ അവനെ കൊല്ലാനായിട്ട് പലപ്പോഴും നിൽക്കും, അവൻ അവരുടെ ഇടയിലൂടെ ഒക്കെ മറഞ്ഞു പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ യൂദാസ് വിചാരിച്ചു കാണും, മിനിസ്ട്രിക്ക്, യേശുവിൻ്റെ മിനിസ്ട്രി അല്ലേ, 30 വെള്ളിക്കാശ് അവിടെ കിടന്നോളും. ഈ 30 വെള്ളിക്കാശ് കൊടുത്ത അവനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ഈ ഒരു ചിന്ത സാത്താൻ യൂദാസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഈശോ ഇത് പറയുമ്പോൾ പോലും അവൻ അങ്ങനെയൊക്കെ ഗുരു അങ്ങനെയൊക്കെ പറയും, കുഴപ്പമൊന്നുമില്ല. 30 വെള്ളിക്കാശ് ഞാൻ നമ്മുടെ ഭണ്ഡാരത്തിലേക്ക് ചേർക്കാൻ പോകുന്നു കേട്ടോ. നിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ എന്താ കുഴപ്പം? നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന്, ഈ ഒരു പാപം ചെയ്താലത് ഒരു കുഴപ്പമില്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ ഇന്ന്. നമ്മൾ യേശുവിനെ ഒറ്റക്കൊടുക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതായത് അശുദ്ധിയോടെ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ ദുരാത്മാവിൻ്റെ കയ്യിലേക്ക് വിശുദ്ധ കുർബാനയുള്ള യേശുവിനെ നമ്മുടെ നാവുകൊണ്ട് ചുംബിച്ചുകൊണ്ട് ഒറ്റക്കൊടുക്കുകയാണ്. ഇന്നും അനുതാപമില്ലാതെ കുമ്പസാരിക്കാതെ പൂർണ്ണമായി പശ്ചാത്തപിക്കാതെ നമ്മുടെ ഉള്ളിലെ പാപത്തിന്റെ അവസ്ഥ, നമ്മുടെ ഉള്ളിലെ ആ ദുരാത്മാവ് ഇരിക്കുകയാണ്. അതിലേക്ക്, ആ ദുരാത്മാവിന്റെ കയ്യിലേക്കാണ് യേശുവിനെ നാം ഇന്നും ദിവ്യകാരുണ്യമായി നാവുകൊണ്ട് സ്വീകരിച്ച് നുണഞ്ഞ് ചുംബിച്ചുകൊണ്ട് അവനെ നമ്മുടെ ഉള്ളിലുള്ള ദുരാത്മാവിന്റെ കയ്യിലേക്ക് ഒറ്റിക്കൊടുക്കുകയാണ് യേശുവിനെ ഇന്നും. നമ്മളിത് അറിയണം പ്രിയമുള്ളവരെ, നമ്മളിത് അറിയണം. നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാതെ അവനെ നമ്മൾ സ്വീകരിക്കുമ്പോഴൊക്കെയും നമ്മൾ ഈ ദുരാത്മാക്കളുടെ കയ്യിലേക്ക് യേശുവിനെ നമ്മൾ ഒറ്റിക്കൊടുക്കുകയാണ്. നമ്മളത് ഒരു കുറ്റബോധത്തിന് വേണ്ടിയല്ല, തിരിച്ചറിവിന് വേണ്ടി നമ്മളത് അറിയണം. ഇവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ ഇവിടേതാണ് യോഹന്നാൻ 13:26 അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയാത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. യോഹന്നാൻ 13:27 അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. പണക്കൊതിയുടെ ആ ദുരാത്മാവ് ഉള്ളിലിരിക്കുമ്പോൾ അവൻ അറിയാതെയാണെങ്കിൽ പോലും യേശുവിനെ ദിവ്യകാരുണ്യം ആദ്യമായി യേശു കുർബാന അർപ്പിച്ചുകൊണ്ട്, കുർബാന സ്ഥാപിച്ചുകൊണ്ട് യേശു കുർബാന മുറിച്ചു കൊടുത്തപ്പോൾ ആ എല്ലാവരുടെ ഉള്ളിൽ അത് കൃപയായി തീർന്നെങ്കിൽ യൂദാസിന്റെ ഉള്ളിൽ സാത്താൻ അതുമൂലം പ്രവേശിച്ചു. അനുതാപമില്ലാതെ നമ്മളിൽ യേശു ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ അനുതാപമില്ലാതെ നമ്മൾ അവനെ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുമ്പോൾ. കരുണയുള്ളവനായതുകൊണ്ടാണ് അവൻ അതും ഇന്ന് നമ്മളിന്നും അല്ലേ ഞാൻ ചിന്തിക്കുക, എന്താ ദൈവമേ, നിന്നെ അറിയുന്നതിന് മുമ്പ് എത്രയോ പാതകങ്ങൾ എന്തെല്ലാം രീതിയിൽ ഈ ലോകത്തില് സാത്താനാൽ വിഴുങ്ങപ്പെടാനായി, അല്ലെങ്കിൽ എത്രയോ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള തിന്മയുടെ കയ്യിൽ നടന്ന എത്രയോ നാളുകൾ അമേരിക്കയിൽ വന്ന് 5 വർഷം കുമ്പസാരിക്കാതെ നടന്ന എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദൈവമേ, എവിടെയൊക്കെ മരിച്ചു തകർന്ന സാത്താന്റെ അടിമത്തിലേക്ക് പോകേണ്ടതായിരുന്നു. ചതഞ്ഞ ഞാങ്ങണയായി എന്നെ അവൻ മുറിച്ചില്ല, മങ്ങിയ തിരിയായിരുന്ന എന്നെ അവൻ കെടുത്തി കളഞ്ഞില്ല. അതോർത്ത് ഞാൻ പലപ്പോഴും കരയാറുണ്ട്. എൻ്റെ ദൈവമേ, എന്ന് പറയാൻ സ്നേഹത്തോടെ നമ്മൾ അറിയണം, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തെറ്റിദ്ധരിച്ച അവനുണ്ടല്ലോ, അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. നമ്മളത് അറിയണം. നമ്മളുടെ ഉള്ളിൽ ആ ഒരു ആത്മീയത. ഇന്ന് സങ്കീർത്തനം തിങ്കളാഴ്ച ദിവസം ഇന്ന് ഫ്ലോറിഡ സ്റ്റേറ്റിന് വേണ്ടി ടാമ്പയിൽ നിന്നും പ്രാർത്ഥന വെച്ചപ്പോൾ റെന്നി സിറിയ കുടുംബം
റെനി നമ്മളെ ഓർപ്പിച്ചൊരു വചനമാണ് സംഗീതം 103. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, അല്ലേ? എത്രയോ പണ്ട് തകർന്ന് ശിക്ഷ പാപത്തിന്റെ ശിക്ഷ തകർന്ന് തരിപ്പണമാകേണ്ടതായിരുന്നു നമ്മൾ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നിന്റെ ചുമലിൽ വഹിച്ചുകൊണ്ട് നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം, നമ്മുടെ അകൃത്യങ്ങൾക്ക്, നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് നിന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുമ്പോൾ നാം അവിടുത്തേതായി തീരാൻ വേണ്ടി കരുണ കാണിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് നിന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് അറിയുന്നു. മനുഷ്യന്റെ ഉള്ളില് എപ്പോഴും ഉൽപ്പത്തി 6 കണ്ടതുപോലെ മനുഷ്യനിൽ ദൈവത്തിന്റെ ചൈതന്യം എപ്പോഴും നിലനിൽക്കുകയില്ല എന്ന് ദൈവം കണ്ടു. ദൈവം പരിതപിച്ചു, അവിടുന്ന് കരഞ്ഞു. നമ്മൾ പാപത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവിടുന്ന് കരയുകയാണ്. ജെറമ്യാ 13 പറഞ്ഞു, നിങ്ങൾ അന്ധകാരം വരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സാന്തരപ്പെടുവിൻ. നമ്മുടെ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിത്യതയിലേക്ക് അവനെ തേടി പോകുന്ന ഒരു സമയമുണ്ട്. അന്ന് ഇരുട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, അവനെ ഈ ഭൂമിയിൽ കണ്ടുമുട്ടിയില്ലെങ്കിൽ ഈ നമ്മുടെ ആത്മാവ് ഇരുട്ടിലേക്ക് പോകയാൽ, നമ്മുടെ ആത്മാവ് ഇരുട്ടിലേക്ക് പോകയാൽ, അടിമത്തത്തിലേക്ക് പോകയാൽ, അതോർത്ത് ഉള്ളൊരുകി കരയുന്ന ഒരു ദൈവം, എൻ്റെ ആത്മാവ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുമെന്നാണ് ദൈവമായ കർത്താവ്, സർവശക്തനായ ദൈവം പറയാം. നമ്മുടെ ആത്മാവ് ഇരുട്ടിലേക്ക്, നരകത്തിലേക്ക്, സാത്താൻ്റെ അടിമയായി പോയാൽ അതോർത്ത് എപ്പോഴും കരയുന്ന, ഹൃദയം പൊട്ടി കരയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ജെറമ്യാ 13:15 പറഞ്ഞത്. അതെ, നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവം, അല്ലേ? ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഉപമ പറഞ്ഞു വെക്കുന്നത്, ശിഷ്യന്മാര് കർത്താവ് ചോദിച്ചു, കർത്താവേ ഒരു ഉപമ പറഞ്ഞില്ലേ, വിവിധ കളകളുടെ ഉപമയിൽ അവിടെ പറഞ്ഞു, അത് ചോദിച്ചു. ഞാൻ ചുരുക്കി പറയാണ്, അവിടെ ചോദിച്ചു കൃഷിക്കാരൻ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണ്, സാത്താനാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കണ്ട, അതവിടെ നിൽക്കട്ടെ. ഒരുപക്ഷെ അതോടൊപ്പം ഗോതമ്പ് ചെടികളും പിടിതെറിഞ്ഞെന്ന് കളഞ്ഞു തരാം. അല്ല, നമ്മളും ഒരുപക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും മനസാന്തരപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ പിഴുത് കളയണ്ട, കളയാണ്, ഒരു പ്രയോജനമില്ല, മുൾച്ചെടിയാണ്, ഒരു പ്രയോജനമില്ല. പക്ഷെ പിഴുത് അവിടെ നിൽക്കട്ടെ, ലോകാവസാനം വരെ നിൽക്കട്ടെ എന്നാണ്. നിങ്ങളൊരേ ഈശോയെ, ദിവ്യകാരുണ്യമേ, ഞങ്ങളെ കാത്തിരിക്കുന്ന ആ സ്നേഹം. ഗത്സമയം തോട്ടത്തിലേക്ക് അവിടുന്ന് പോയതും പ്രാർത്ഥിച്ചതൊക്കെ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം ഇനിയും മാനസാന്തരപ്പെട്ട് ഇനിയൊരു നല്ല കുമ്പസാരത്തിന് സാധിച്ചിട്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാൻ, എൻ്റെ ദൈവമേ, അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ അനുതാപത്തിന്റെ കൃപ തരണമേ. ഓ ദിവ്യ കാരുണ്യമേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.